ഇറാനിലെ യാസ് നഗരത്തിലെ ഒരു വീടിന്റെ തറക്കടിയിൽ 13 മീറ്റർ ആഴത്തിൽ ആഴ്ന്നുപോയത് കേവലം ഒരു ലോഹക്കഷ്ണമായിരുന്നില്ല, മറിച്ച് നൂറുകണക്കിന് ജീവനുകളെ നിമിഷനേരം കൊണ്ട് ഇല്ലാതാക്കാൻ ശേഷിയുള്ള അമേരിക്കൻ നിർമ്മിത ബങ്കർ ബസ്റ്റർ ബോംബായിരുന്നു അത്. ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നഗരമധ്യത്തിൽ പതിച്ചിട്ടും പൊട്ടാതെ അവശേഷിച്ച ഈ അതിമാരക ആയുധം ഇറാനിയൻ സുരക്ഷാസേന സാഹസികമായി നിർവീര്യമാക്കി. ഒരു വലിയ ദുരന്തത്തിന്റെ വക്കിൽ നിന്നും തലനാരിഴക്കാണ് യാസ് നഗരം രക്ഷപ്പെട്ടത്. ഏപ്രിൽ 24 നടന്ന പത്രസമ്മേളനത്തിൽ യാസിലെ രാഷ്ട്രീയ സുരക്ഷാ സാമൂഹിക കാര്യ ഡെപ്യൂട്ടി ഗവർണർ ഇസ്മായിൽ ദെഹസ്താനിയാണ് ഈ നിർണായക വിവരം പുറത്തുവിട്ടത്. അമേരിക്കൻ നിർമ്മിതമായ GBU-39 ഇനത്തിൽപ്പെട്ട ബങ്കർ ബസ്റ്റർ ബോംബാണെന്ന് വിദഗ്ധ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. സാധാരണയായി ഭൂമിക്കടിയിൽ സുരക്ഷിത താവളങ്ങളും കോൺക്രീറ്റ് ബങ്കറുകളും തകർക്കാൻ ഉപയോഗിക്കുന്ന അതീവ പ്രഹരശേഷിയുള്ള ബോംബാണിത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ബോംബ് സ്ക്വാഡും പ്രവിശ്യ പോലീസ് സേനയും സംയുക്തമായി നടത്തിയ അതിസങ്കീർണമായ നീക്കത്തിലൂടെയാണ് ബോംബ് നീക്കം ചെയ്തത്. ജനവാസ മേഖലയായതിനാൽ അതീവ ജാഗ്രതയോടെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുമായിരുന്നു ഈ ഓപ്പറേഷൻ. യാതൊരു വിധത്തിലുമുള്ള സ്ഫോടനമോ ആളപായമോ ഇല്ലാത്ത ബോംബ് പുറത്തെടുക്കൽ സാധിച്ചത് വലിയ നേട്ടമായിട്ടാണ് IRGC വിലയിരുത്തപ്പെടുന്നത്. സമീപകാലത്ത് നടന്ന യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇറാനിലെ സാധാരണക്കാരുടെ മേഖലകളെ ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണങ്ങളുടെ വ്യക്തമായ തെളിവായിട്ടാണ് ഈ സംഭവത്തെ ഇറാൻ ഭരണകൂടം നോക്കിക്കാണുന്നത്. സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കുന്നുവെന്ന അവകാശവാദങ്ങൾക്കിടയിലും ജനവാസ മേഖലകളിൽ ഇത്തരം ബങ്കർ ബസ്റ്റർ ബോംബുകൾ പതിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാം. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ബോംബ് എങ്ങനെ ഒരു സാധാരണ വീടിന് മുകളിൽ പതിച്ചു എന്നതിനെക്കുറിച്ച് ഇറാനിയൻ അധികൃതർ ഗൗരവമായി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്.